കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം നാഷണൽ പാർക്ക് തിരുവനന്തപുരം മൃഗശാല ശിവഗിരി തെന്മല ഇടുക്കി കൊച്ചി. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോറാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മദീന സ്റ്റോർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാവായിക്കുളത്താണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നവരാണ്. എന്താണ് പേര്? ശരൺ. എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലത്ത് മദീന സ്റ്റോർ അറിയാല്ലേ? പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അവിടുത്തെ സാധനങ്ങളും വിലയും ഗുണനിലവാരങ്ങളും? കുഴപ്പമില്ല, നല്ല നിലവാരമുള്ള സാധനങ്ങളാണ്. സ്റ്റേഷനറി, ഗിഫ്റ്റ് ഐറ്റംസ്, കൂടാതെ തന്നെ നമ്മുടെ മറ്റ് ഗൃഹോപകരണങ്ങളും പാദരക്ഷകളും എല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്. ഇതിനായി ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? നാഷണൽ പാർക്ക് അറിയത്തില്ല. മൃഗശാല തിരുവനന്തപുരം മൃഗശാല. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. മദീന സ്റ്റോർ അറിയാമോ? അറിയാം. കല്ലമ്പലത്ത് നമ്മുടെ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസുകളും ടോയ്സ്, പാദരക്ഷകൾ, നമ്മളെ വീട്ടിനാവശ്യമായിട്ടുള്ള പാത്രങ്ങൾ, മറ്റുള്ള എല്ലാ ഐറ്റംസും ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള അന്ന് ഇതുവരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ? നല്ല സ്ഥാപനമാണ്. അവിടുത്തെ വില ഗുണനിലവാരമൊക്കെ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നമുക്ക് വില കുറച്ച് അവിടെ നിന്ന് സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ദേശീയോദ്യാനം ദേശീയത്തിൻ്റെ ശിവഗിരി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ദേശീയ ഉദ്യാനം പറയണോ മക്കളെ? അവരുടെ സൗണ്ട് കേൾക്കാൻ പറഞ്ഞോ. തെന്മല. തെന്മലയല്ല മോനെ, ദേശീയോദ്യാനം. അത് കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന ഫാൻസി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. നിങ്ങളൊക്കെ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്? 7, 8, 9, 10 ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. മദീന ഫാൻസി അറിയാമോ? കല്ലമ്പലത്ത് പോയിട്ടുണ്ടോ? ബുക്കുകളും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവിടെ നിന്നും ലഭ്യമാണ്. കൂടാതെ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസും ടോയ്സ് ഇതെല്ലാം അവിടെ നിന്നും ലഭ്യമാകുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ആദ്യം മുതിർന്നവരിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ അവന്മാർ ഓടിക്കളയും. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി കൊച്ചി. ഇടുക്കിയിൽ തന്നെ ആ ദേശീയോദ്യാനത്തിന് ഇടുക്കി ഇരവികുളം. ഇരവികുളത്ത് എന്താണ്? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. മോന്റെ പേരെന്താണ്? ആരോമൽ. മകൻ മിടുക്കനാണ്. മോന്റെ വീട് എവിടെയാണ്? അവിടെ അടുത്ത് തന്നെയല്ലേ? ഇരവികുളം ദേശീയോദ്യാനമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. സ്കൂളിൽ നല്ലോണം പഠിപ്പിക്കും. ഏതാണ് ടീച്ചർ? ഇത് എവിടെ നിന്ന് കിട്ടിയ അറിവ്? സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നാവായിക്കുളം അല്ലേ? അപ്പോൾ മദീന ഫാൻസി നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നാവായിക്കുളം സ്കൂളിലെ ആരോമൽ. എത്രാം ക്ലാസ്? 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമ്മൾ ആ ഭാഗത്തു നിന്ന് ചോദിച്ചു വന്നപ്പോഴേ തന്നെ ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമെന്ന് ആരോമൽ പറഞ്ഞു. അവിടെ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് 1900
വർഷം അറിയത്തില്ല. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ദേശീയോദ്യാനം അവിടെ നിർമ്മിച്ചത്. മുമ്പ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കണ്ണൻ ദേവൻ കമ്പനിയുടെ ഹണ്ടിങ് കേന്ദ്രമായിരുന്ന ഒരു പ്രദേശമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരത്തിലൊരു ദേശീയോദ്യാനം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസിനും സ്കൂൾ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കിട്ടുന്ന സ്ഥാപനമാണ് മദീന സ്റ്റോർ. അവർ നൽകുന്ന സമ്മാനമാണ് മിടുക്കനായ ആരോമലിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റെജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.